വൈഫ് ഒരു പ്രത്യേക സ്നാക്സ് ഉണ്ടാക്കി. തേങ്ങാമുറിയാണെന്നത്ര പേര്. മുട്ടയൊക്കെ എടുത്താണ്ട് ഉരുട്ടി പെരട്ടുന്നുണ്ട്. പുഴുങ്ങിയ മുട്ടയാണ്. ചിക്കൻ, ഇഞ്ചി, സവാള, വെളുത്തുള്ളി, കിഴങ്ങ് മുതലായവ വെച്ചുണ്ടാക്കിയ മാവിൽ അതിനെ പൊതിയുന്നു. ശേഷം അതിനെ ഉരുട്ടി ഉരുട്ടി ഗിനിക്കോഴിയുടെ മുട്ട പോലെ ആക്കി എടുക്കുന്നു. 1 2 3 4 5 റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഉരുട്ടി വെച്ച ഐറ്റത്തെ എടുത്ത് ബ്രെഡ് പൊടിയിലിട്ട് നല്ലോണം പുതപ്പിക്കുന്നു. പുതപ്പിക്കുമ്പോൾ നല്ലോണം പുതപ്പിക്കണം. ഇനി അതിനെ എണ്ണയിലിട്ട് പൊരിക്കാനുള്ളതാണ്. പുതപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്കില്ലാത്തവർ പുതപ്പിച്ച ഷേപ്പ് മാറിപ്പോവും. ഞാനൊരെണ്ണം പുതപ്പിച്ച് ഒരുമാതിരി പറങ്ങാണ്ടി പോലായിപ്പോയി. അതിനുശേഷം ചീനിച്ചട്ടിയിൽ വെച്ച് എണ്ണ ചൂടാക്കി അതിനെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഉരുട്ടി കൊടുക്കണം, ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ. ചീനിച്ചട്ടിയിലെ എണ്ണയിലിട്ട് രണ്ടവന്മാരെയും കുളിപ്പിക്കുകയാണ്. തവിയിൽ കോരി കറക്കിയൊക്കെ ഇടുന്നുണ്ട്. അവസാനം എണ്ണയിൽ കിടന്ന് കുളിച്ച് സാധനം റെഡിയായിട്ടുണ്ട്. കാണുമ്പോൾ ഒരു നീളമുള്ള ബോണ്ട പോലെ തോന്നും. അതുമെടുത്ത് അവൾ ഡൈനിങ് ടേബിളിലേക്ക് പോവുകയാണ്. ഇനിയാണ് അടുത്ത കലാപരിപാടി. കത്തിയെടുത്ത് ആ നീളമുള്ള ബോണ്ട പോലെ ഇരിക്കുന്ന സാധനത്തിനെ കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്യണം. കയ്യും മുറിയാൻ പാടില്ല, അതിൻ്റെ ഷേപ്പും മാറാൻ പാടില്ല. വളരെ സാവധാനമാണ് കട്ട് ചെയ്യുന്നത്. ഒരു കടുകുമണി വ്യത്യാസത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ ഷേപ്പ് മാറുമത്രേ. ഇതാണ് ഫൈനൽ സ്റ്റേജ് തേങ്ങാമുറി സ്നാക്സ്. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്